ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ്, അതായത് ബയോളജിയുടെ ബേസിക് സയൻസിൻ്റെ 18ാമത്തെ ചാപ്റ്റർ ആവും നിങ്ങൾ കേട്ടോ. സെൽസ് ദാറ്റ് ബിക്കം ഡോട്ടർ സെൽസ്, കുഞ്ഞായി മാറുന്ന കോശങ്ങൾ. നമ്മൾ അതിൻ്റെ ഒരു പാർട്ട് ഇട്ടതാണ്. അഥവാ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ ഇതിനകത്തുള്ളൊന്ന് പെട്ടെന്ന് പറയാം കേട്ടോ. ഇത് 1ഉം 2ഉം പാർട്ടുകളാണ്. ഒന്നാമത്തെ അഥവാ ഈ നമുക്ക് നോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ അതൊന്ന് എളുപ്പം പറഞ്ഞു അങ്ങ് എഴുതി എടുത്തോണം കേട്ടോ. ഫസ്റ്റ് പേജിൽ തന്നെ മെയിൽ ഓഫ് റീപ്രൊഡക്ഷൻസും അതിൻ്റെ എക്സാമ്പിളുമാണ് നിങ്ങളിവിടെ പറയുന്നത്. പ്രത്യുൽപാദന രീതികളും അതിൻ്റെ ഉദാഹരണങ്ങളും എഴുതാനാണ്. ഫസ്റ്റ് നോക്കിയേ, ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ ലീഫ്. ഇലയിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് വലതുവശത്ത് കിടക്കുന്നത്. ബ്രയോഫിലിയം, അതായത് ഇംഗ്ലീഷും മലയാളം ഉണ്ട് കേട്ടോ. ബ്രയോഫിലിയം, സാൻസെവേരിയ എന്ന് പറഞ്ഞിട്ട് SANSEVERIA, സാൻസെവേരിയ എന്ന് വെച്ചാൽ സർപ്പപ്പോള എന്ന് പറയും കേട്ടോ. ഇലമുളച്ചി ചെടിയും സർപ്പപ്പോളയും ഒക്കെ ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ ലീഫ്. ഇലയിൽ നിന്നും പൊട്ടിക്കിളിച്ച് ഇല പൊട്ടിക്കിളിച്ച് ഉണ്ടാകുന്നതാണ് കേട്ടോ. ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ റൂട്ട്. വേരിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നത്. വേരിൽ നിന്നും ഉണ്ടാകുന്ന പറഞ്ഞില്ലേ, കറിവേപ്പില, നമ്മൾ കറിവേപ്പില എന്നൊക്കെ പറയത്തില്ല, കറി ലീവ്സ് പ്ലാന്റ്സ് ഏതാണ്, വേര് പൊട്ടിക്കിളിച്ച് ഉണ്ടാകുന്നതാണ്. ന്യൂ പ്ലാന്റ്സ് ഗ്രോ ഫ്രം ദ സ്റ്റെം. തണ്ടിൽ നിന്നും അല്ലേ, അതിൻ്റെ ആ തണ്ടിൽ നിന്നും ചെടികൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ ചീനി, ടപ്പിയോക്ക, റോസ്. ഇതൊക്കെ നമ്മൾ കമ്പ് വെട്ടി മുറിച്ച് നടുന്നതാണ്. പിന്നെ ബൈനറി ഫിഷൻ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻസ് ദ സെൽ ഡിവൈഡ്സ് ആൻഡ് ബിക്കം 2 ഓർഗാനിസം എന്ന് വെച്ചാൽ അമീബ, പാരാമീസിയം, യൂഗ്ലീന. വിഭജനം കേട്ടോ. ബൈനറി ഫിഷൻ, ബൈനറി വിഭജനം എന്ന് വെച്ചാൽ അനുകൂല സാഹചര്യത്തിൽ കോശം വിഭജിച്ച് രണ്ട് ജീവികളായിട്ട് മാറുന്നതിനെയാണ്. നല്ല അനുകൂലമായ സാഹചര്യമുണ്ടെങ്കിൽ കോശങ്ങൾ വിഭജിച്ച് 2 ജീവികളായിട്ട് മാറുന്നതാണ് അമീബ, പാരമീസിയം. ഇതെല്ലാം എന്താ, സിംഗിൾ സെൽ ഓർഗാനിസം അല്ലേ, ഏകകോശ ജീവികളാണ് ഈ പറയുന്ന എല്ലാം കേട്ടോ. ഇത് സാഹചര്യം അനുസരിച്ച് ഇത് കോശം വിഭജിച്ച് 2ആയിട്ട് മാറുന്നു. ഇനി റീജനറേഷൻ എന്നാൽ എന്താണ്? പുനരുൽപ്പത്തി. റീജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദ ബോഡി ഈസ് കട്ട് ഇൻറ്റു ഇൻഡിവിജ്വൽ പാർട്ട്, ഈച്ച് പാർട്ട് ഡെവലപ്പ് ഇൻറ്റു എ ന്യൂ ഓർഗാനിസം എന്ന് വെച്ചാൽ പുനരുൽപ്പത്തി എന്നാണ് അതിൻ്റെ മലയാളം. ശരീരത്തെ ഓരോ ഭാഗമായിട്ട് മുറിക്കുമ്പോൾ ആ ഓരോ ഭാഗവും പുതിയ ജീവിയായിട്ട് മാറുന്നു. നമ്മൾ മണ്ണിരയൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, മണ്ണിര അല്ലേ, ചിലപ്പോൾ നമ്മൾ മുറിച്ചിടുമ്പോൾ അത് വീണ്ടും അതിൻ്റെ അല്ലേ, അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. പ്ലാനേറിയയും ഹൈഡ്രയൊക്കെ അതിന് എക്സാമ്പിളാണെന്ന് കേട്ടോ. മണ്ണിര വേണ്ട, പ്ലാനേറിയയും ഹൈഡ്രയൊക്കെ കേട്ടോ. പുനരുൽപ്പത്തി അല്ലെങ്കിൽ റീജനറേഷൻ വെൻ ദ ബോഡി ഈസ് കട്ട് ഇൻറ്റു ഇൻഡിവിജ്വൽ പാർട്സ് ഈച്ച് പാർട്സ് ഡെവലപ്പ് ഇൻറ്റു എ ന്യൂ ഓർഗാനിസം കേട്ടോ. എന്ന് വെച്ചാൽ ശരീരത്തിൽ നമ്മൾ ഏതെങ്കിലും ഭാഗം മുറിച്ചിട്ട് കഴിഞ്ഞാൽ ആ മുറിച്ച് കിടക്കുന്ന ആ ഭാഗത്തിൽ നിന്നും വീണ്ടും പുതിയ ജീവികൾ ഉണ്ടാകുന്നു കേട്ടോ. പ്ലാനേറിയയും ഹൈഡ്രയും ഒക്കെ അതിന് എക്സാമ്പിളാണ്. അടുത്തത് ബഡ്ഡിങ്. എന്താണ് ബഡ്ഡിങ് എന്നാൽ എന്താണ്? ബഡ്ഡിങ് അതായത് ദ ബഡ്സ് ദാറ്റ് ഫോം ഓൺ ദ ബോഡി ഡിറ്റാച്ച് ആൻഡ് ഡെവലപ്പ് ഇൻറ്റു എ ന്യൂ ഓർഗാനിസം. മുകുളനം, ബഡ്ഡിങ് എന്ന് വെച്ചാൽ മുകുളനമാണ്. നമ്മൾ എഴുതി പഠിച്ചിട്ടുണ്ട് അല്ലേ. ശരീരത്തിലുണ്ടാകുന്ന മുകുളങ്ങൾ വേർപെട്ട് പുതിയ ജീവികളായിട്ട് മാറുന്നു. ഈസ്റ്റ് അതിന് ഉദാഹരണമാണ്. ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾ എന്താണെന്നും അതിൻ്റെ എല്ലാ എക്സാമ്പിളും പഠിച്ചോണം നിങ്ങൾ കേട്ടോ. ഇതാണ് 1ാമത്തെ പേജിലെ. ഇനി അതിനകത്തിൽ ഒരെണ്ണം ഉണ്ട്. എന്താണ് ഈ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻ അൺഫേവറബിൾ കണ്ടീഷൻസ് സെൽസ് ഇൻ ഓർഗാനിസം ലൈക്ക് ബാക്ടീരിയ ഡെവലപ്പ് എ തിക്ക് ഔട്ടർ കവറിങ്. The cytoplasm and nuclear materials inside the cell develop into several parts. When the conditions become favorable, the outer covering of the cell break open, releasing many tiny cells, each of which grows into a new organism. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികൂല സാഹചര്യങ്ങളിൽ എന്താണ് ഈ മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മൾ പ്ലാസ്മോഡിയം പോലുള്ള ജീവജാലങ്ങളിൽ കോശങ്ങൾക്ക് ചുറ്റിലും കട്ടിയുള്ള ആവരണം ഉണ്ടാവുകയും ആ കോശദ്രവവും മർമ്മവസ്തുക്കളും പലതായിട്ട് അങ്ങ് വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യം അനുകൂലമാകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ കോശത്തിൻ്റെ ബാഹ്യാവരണം അങ്ങ് പൊട്ടിയിട്ട് അനേകം സൂക്ഷ്മകോശങ്ങൾ പുറത്തു വരികയും അവ ഓരോന്നും പുതിയ ജീവികളായിട്ട് അങ്ങ് മാറുകയും ചെയ്യുന്നു എന്നാണ് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതിൻ്റെ ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. ഇത് നമ്മൾ 1ാമത്തെ പാർട്ടി പറയുന്നതുകൊണ്ടാണ് ഈ സ്പീഡിൽ പോകുന്നത്. വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ? പ്രത്യുൽപാദനം എന്നാൽ എന്താണ്? റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ദാറ്റ് എൻഷുവേഴ്സ് ദ കണ്ടിന്യൂവേഷൻ ഓഫ് എ സ്പീഷീസ്. ഒരു ജീവിവർഗത്തിന്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഒരു ജീവിവർഗത്തിന്റെ പിന്തുടർച്ച ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. നമ്മുടെ ടെസ്റ്റിനകത്തിൽ പൂവിൻ്റെ കേട്ടോ പൂവിൻ്റെ ഘടന വരച്ചിട്ട് അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. നമ്മുടെ 1ാമത്തെ പാർട്ടി ഇതിനെക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത സ്ട്രക്ചർ ഓഫ് ഫ്ലവേഴ്സ് ആണ്. പിന്നെ ഹൗ
ആർ സീഡ്സ് ഫോമിഡ്? വിത്തുകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? വിത്തുകൾ രൂപപ്പെടുന്നത് എങ്ങനെ? ഹൗ ആർ സീഡ്സ് ഫോമിഡ്? വിത്തുകൾ രൂപപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജസങ്കലനത്തിന് ശേഷം അണ്ടത്തിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ വിത്തുകൾ രൂപപ്പെടുന്നത്. സീഡ്സ് ആർ ഫോംഡ് ഫ്രം ദ ഒവ്യൂൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ ബീജസങ്കലനമാണ്. ബീജസങ്കലനത്തിന് ശേഷം അണ്ടത്തിൽ നിന്നാണ് വിത്തുകൾ രൂപം കൊള്ളുന്നത്. ഓക്കെ ആണോ? 4 അടുത്തത് ഇത് നമ്മൾ പറഞ്ഞ കേട്ടോ. ഒന്ന്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതൊക്കെയാണ്? സ്ത്രീ ലൈംഗിക അവയവങ്ങൾ. സസ്യങ്ങളുടെ കാര്യമാണ്. പിസ്റ്റൽ, ജെനി, സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. പരാഗണ സ്ഥലം നമ്മൾ സസ്യങ്ങളുടെ ആണ് പഠിക്കുന്നത്. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ആ പൂവുണ്ടല്ലോ, നമ്മളിപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ പടം കാണിച്ചില്ലേ, അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അത് ഫീമെയിലിൻ്റെയാണ്, സ്ത്രീയുടെയാണ്. പിസ്റ്റിൽസ്, ജെനി കേട്ടോ. ആ ടെസ്റ്റിനകത്തിൽ പടം ഉൾപ്പെടെ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ആ പടം നോക്കി പഠിക്കണം കേട്ടോ. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് വെച്ചാൽ പുരുഷ ലൈംഗിക അവയവം. കേസരമാണ്, സ്റ്റേമൻ എന്ന് പറയുന്നു. ആൻഡറും ഫിലമെന്റുമാണ്. പടം ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. പരാഗിയിൽ നിന്നും രേണുക്കൾ എങ്ങനെയാണ് പരാഗണ സ്ഥലത്ത് എത്തുന്നത്? അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങൾ കേട്ടോ. പരാഗിയിൽ നിന്ന് പരാഗരേണുക്കൾ എങ്ങനെയാണ് പരാഗണ സ്ഥലത്ത് എത്തുന്നത്? പരാഗണം എന്ന പ്രക്രിയയിലൂടെയാണ് കേട്ടോ. എങ്ങനെയാണ് ആൻസർ? പരാഗണം എന്ന പ്രക്രിയയിലൂടെയാണ്. ഈ പരാഗണം തന്നെ 2 വിധമുണ്ട്. സ്വപരാഗണമുണ്ട്, പരപരാഗണമുണ്ട് കേട്ടോ. പരാഗണം എന്ന പ്രക്രിയയിലൂടെയാണ് പരാഗിയിൽ നിന്നും പരാഗരേണുക്കൾ പരാഗണ സ്ഥലത്ത് എത്തുന്നത്. ഈ പരാഗണം 2 വിധത്തിലുണ്ട് കുഞ്ഞുങ്ങളെ. സ്വപരാഗണമുണ്ട്, പരപരാഗണമുണ്ട്. ഇംഗ്ലീഷിൽ എന്താണ്? ഹൗ ഡു പോളൻ ഗ്രെയിൻസ് റീച്ച് ദ പൊളിനേഷൻസ് സൈറ്റ് ഫ്രം ദ ആൻഡർ. അത് പൊളിനേഷൻ വഴിയാണ്. 2 ടൈപ്പ് ഓഫ് പൊളിനേഷൻ ഉണ്ട്. സെൽഫ് പൊളിനേഷനും ക്രോസ് പൊളിനേഷനും കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായി പൊളിനേഷൻസ്? നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞില്ല. എന്ത് ഈ പൊളിനേഷൻ എന്ന് വെച്ചാൽ പരാഗണം എന്നാൽ എന്താ? പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് കുഞ്ഞുങ്ങളെ കേസരം എന്ന് പറയുന്നത് കേട്ടോ. പൂക്കളിലെ പുരുഷ ലൈംഗിക അവയവമാണ് കേസരം. കേസരത്തിലെ പരാഗിയിൽ പരാഗരേണുക്കൾ രൂപപ്പെടുന്നുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ ആ പടത്തിലെല്ലാം പടം വരച്ചിട്ട് എന്തൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ത്രീ ലൈംഗിക അവയവമായ ജെനിയുടെ പരാഗണ സ്ഥലത്ത് പതിക്കുന്നതിനെ നമ്മൾ പരാഗണമെന്ന് പറയുന്നു. അതായത് ദ മെയിൽ റീപ്രൊഡക്റ്റീവ്, 1 മാർക്കിൻ്റെയൊക്കെ ഇമ്പോർട്ടൻ്റ് ചോദ്യം കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് in flower in the stamen. Pollen grains are formed in the pollens of the stamen. The process of these pollen grains settling on the stigma of the pistils, the female reproductive organs, is called pollination. എൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. അവനവനവനോൻ്റെ എഴുതിയെടുക്കുക. അർത്ഥമല്ല അതിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തത് എന്താണ് ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജസങ്കലനം എന്നാൽ എന്താണ്? 2 മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ്. ബീജസംയോഗം അല്ലേ, ബീജസങ്കലനമല്ല, ഇവിടെ ബീജസംയോഗം അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ എന്നാൽ എന്താണ്? ഇവിടെ വൺ ഓഫ് ദ മെയിൽ ഗാമേറ്റ്സ് ദാറ്റ് റീച്ചസ് ദ ഓവ്യൂൾ ത്രൂ ദ പോളൻ ട്യൂബ് ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽസ് ടു ഫോം എ സൈഗോട്ട്. ദീസ് പ്രോസസ് ഈസ് കാൾഡ് ഫെർട്ടിലൈസേഷൻസ്. ദ സൈഗോട്ട് ഗ്രോ ആൻഡ് ബിക്കം ആൻ embryo. The embryo then grow into a seedling. പരാഗണ നാളത്തിലൂടെ അണ്ടാശയത്തിലെത്തുന്ന പുംബീജങ്ങളിലൊന്ന് അണ്ടവുമായിട്ട് സംയോജിച്ചാണ് സിക്താണ്ഡം ഉണ്ടാകുന്നത്. സൈഗോട്ടിന്റെ മലയാളമാണ് സിക്താണ്ഡം. ഇതാണ് എന്താ ബീജസംയോഗം എന്ന് പറയുന്നത്. ഈ സിക്താണ്ഡം വളർന്നാണ് കുഞ്ഞുങ്ങളെ എന്താ എംബ്രിയോ, ഭ്രൂണമായിട്ട് മാറുന്നത് കേട്ടോ. അങ്ങനെ ഈ ഭ്രൂണം വളർന്നാണ് എന്താ ഒരു സീഡ്ലിങ്, ഒരു തൈച്ചെടിയായിട്ട് മാറുന്നത്. ബീജസങ്കലനം എന്നാൽ എന്തെന്നെല്ലാം അറിയാമല്ലോ, വായിക്കാൻ അറിയാലോ നിങ്ങളെ. വൺ ഓഫ് ദ മെയിൽ ഗാമേറ്റ്സ് ദാറ്റ് റീച്ചസ് ദ ഒവ്യൂൾ ത്രൂ ദ പോളൻ ട്യൂബ് ഫ്യൂസസ് വിത്ത് ദ എഗ് സെൽ ടു ഫോം എ സൈഗോട്ട്. ദീസ് പ്രോസസ് ഈസ് നോൺ ആസ് ഫെർട്ടിലൈസേഷൻ. ഈ സൈഗോട്ട് ഗ്രോ ബിക്കം ആൻ എംബ്രിയോ. ഈ എംബ്രിയോ ഗ്രോ ഇൻ ദ സീഡ്ലിങ് കേട്ടോ. ഓക്കെ, അടുത്ത നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം ഇതൊക്കെ കേട്ടോ. ഒരു എൻഡോസ്പേം രൂപീകരണം, എൻഡോസ്പേം ഓഫ് ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം എന്നൊരു ചോദ്യമുണ്ട് കേട്ടോ. ടെസ്റ്റിലെ ചോദ്യമാണിതെല്ലാം. ദ സെക്കൻഡ് മെയിൽ ഗാമേറ്റ്സ് ഫ്യൂസസ് വിത്ത് ദ പോളാർ ന്യൂക്ലിയസ് ടു ഫോം ദ എൻഡോസ്പേം. ദ എൻഡോസ്പേം സ്റ്റോർസ് ദ ഫുഡ് നീഡഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. അതായത് രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുകളുമായിട്ട് എൻഡോസ്പേം ആയി മാറുന്നു. ഇതാണ് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത്. എൻഡോസ്പേമിൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭ്രൂണത്തിന് വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ എൻഡോസ്പേം ആട്ടോ. എൻഡോസ്പേമിൻ്റെ ജോലി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഭ്രൂണം വളരണമെങ്കിൽ അല്ലേ, ഒരു ഭ്രൂണം വളർച്ചയ്ക്ക് ആവശ്യമായ അതിൻ്റെ ആഹാരം സംഭരിച്ച് വെക്കുന്നത് എന്താണ്? ഈ എൻഡോസ്പേമാണ്
കേട്ടോ. അടുത്ത ഹൗ ഈസ് ദ ന്യൂട്രിയൻ സ്റ്റോറേജ് റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ റിസർവ്ഡ് ഇൻ മോണോകോട്ടിലിഡോണസ് പ്ലാന്റ്സ് ആൻഡ് ഡൈകോട്ടിലിഡോണസ് പ്ലാന്റ്സ്. അതായത് ഏകബീജ മോണോ എന്ന് വെച്ചാൽ ഏകം ഒന്നെന്നാണ് കേട്ടോ. അതൊരു ടെസ്റ്റിലെ ചോദ്യമാണ്. ഒരു ഭ്രൂണത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ സമൃദ്ധാഹാരം ഏകബീജപത്ര സസ്യങ്ങളിലും ദ്വിബീജപത്ര സസ്യങ്ങളിലും സംഭരിക്കുന്നത് എങ്ങനെയാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ചോദ്യമാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. ഇങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ മോണോകോട്ട് പ്ലാന്റ്സ്? മോണോകോട്ട് പ്ലാന്റ്സ് ലൈക്ക് പാഡി മെയ്സ് ആൻഡ് കോക്കനട്ട് എൻഡോസ്പെം സെൽ ആർ ഫോംഡ് ത്രൂ ദ ഡിവിഷൻസ് ഓഫ് ദ എൻഡോസ്പെം ന്യൂക്ലിയസ് അല്ലേ. മോണോകോട്ട് പ്ലാന്റ്സ് ലൈക്ക് പാഡി മെയ്സ് ആൻഡ് കോക്കനട്ട് എൻഡോസ്പെം സെൽസ് ആർ ഫോംഡ് ത്രൂ ദ ഡിവിഷൻസ് ഓഫ് ദ എൻഡോസ്പെം ന്യൂക്ലിയസ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് വെൻ ദ സീഡ് ജെർമിനേറ്റ്സ് ആൻഡ് ബിക്കം എ സീഡ്ലിംഗ്. The store food required for the growth of the embryo is found in the endosperm cells. You may already know that in monocot seeds, the edible part is the endosperm. But in dicot plants, the food required for the growth of the embryo is stored in the cotyledons. സ്പെല്ലിംഗ് ഒക്കെ നല്ലപോലെ പഠിക്കണം കേട്ടോ. കോട്ടിലിഡോൺസ് ഓക്കെ ആണോ? ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് തന്നെ പഠിക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. മോണോകോട്ടിലിഡോണും ഡൈകോട്ടിലിഡോണിനെ കുറിച്ചും കേട്ടോ ചോദിക്കുമ്പം ഇത് ഇത്രയേ എഴുതണം. അപ്പോൾ ഇതിനകത്ത് തന്നെ എന്താ എൻഡോസ്പെമിനെ കുറിച്ചും ഡൈകോട്ടിലോണും കോട്ടിലിഡോണും അതിനെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്തത് അതിൻ്റെ മലയാളമാണ്. അതായത് നെല്ല്, ചോളം, തെങ്ങ് മുതലായ ഏകബീജപത്ര സസ്യങ്ങളിൽ എൻഡോസ്പെം ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിലൂടെ എൻഡോസ്പെം കലകൾ രൂപപ്പെടുന്നു. നമ്മുടെ ചോദ്യമുണ്ട് എൻഡോസ്പെം കലകൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെല്ല്, ചോളം, തെങ്ങ് കേട്ടോ ഇതെല്ലാം ഏകബീജപത്ര സസ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഇതൊക്കെ എഴുതണം കേട്ടോ. ഒരെണ്ണം മാത്രം മോണോകോട്ടിലിഡോൺ ഏകബീജപത്ര സസ്യങ്ങളായ നെല്ല്, ചോളം, തെങ്ങ് ഇതൊക്കെ എൻഡോസ്പെം ന്യൂക്ലിയസിൻ്റെ വിഭജനത്തിലൂടെ എൻഡോസ്പെം കലകൾ ടിഷ്യൂസുകൾ അല്ലേ അവിടെ രൂപപ്പെടുന്നു. വിത്ത് മുളച്ച് ഇത് തൈച്ചെടിയായിട്ട് മാറുന്ന ഘട്ടത്തിൽ ആ വിത്ത് മുളയ്ക്കുമല്ലോ, അത് മുളച്ച് തൈച്ചെടിയായിട്ട് മാറുന്ന ഘട്ടത്തിൽ ഈ ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം ഈ എൻഡോസ്പെം കലകളിൽ സംഭരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലോ ഒരു ഭ്രൂണം വളരണമെങ്കിൽ അതിന് വേണ്ടുന്ന ആഹാരം കൊടുക്കുന്നത് നമ്മുടെ എൻഡോസ്പെമാണ് അല്ലേ. എൻഡോസ്പെം കലകളിൽ നിന്നാണ് ഇത് സംഭരിക്കുന്നത്. ഏകബീജ സസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഈ എൻഡോസ്പെമാണ്. മോണോകോട്ടിലിഡോൺ കേട്ടോ. ഏകബീജ സസ്യങ്ങളിലെ വിത്തുകളിലെ ഭക്ഷ്യയോഗ്യമായ ഭാഗം ഉണ്ടല്ലോ അത് എൻഡോസ്പെമാണ്. എന്നാൽ ദ്വിബീജപത്ര സസ്യങ്ങളിൽ ബീജപത്രങ്ങളിലാണ് ഭ്രൂണത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത്. കോട്ടിലിഡോണിലാണ് കേട്ടോ. മനസ്സിലായോ? മുമ്പ് എഴുതിയ ഫസ്റ്റ് ഇത് ഇത്ര നോക്കുന്നില്ല. ആദ്യം എഴുതിയ ഇംഗ്ലീഷും ആയിരുന്നു, ഇത് മലയാളമായിരുന്നേ. കാണാൻ പറ്റുമല്ലോ. ഓക്കെ. അടുത്ത ഇനി നമ്മൾ പുതിയതായിട്ട് ഇന്നിപ്പോൾ രണ്ടാമത്തെ പാർട്ടിൽ ഫോർമേഷൻ ഓഫ് എൻഡോസ്പെം വളരെ ഇമ്പോർട്ടൻ്റ് ആവും. ഞാൻ 2 വട്ടം എഴുതിയിട്ടുണ്ട്. അതായത് ഫോർമേഷൻ ഓഫ് എൻഡോസ്പെം ടെസ്റ്റിലെ ഒരു ചോദ്യമാണ്. ദ സെക്കൻഡ് മെയിൽ ഗാമേറ്റ്സ് ഫ്യൂസസ് വിത്ത് ദ പോളാർ ന്യൂക്ലി ടു ഫോം ദ എൻഡോസ്പെം. ദ എൻഡോസ്പെം സ്റ്റോർ ദ ഫുഡ് നീഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. രണ്ടാമത്തെ പുംബീജം പോളാർ ന്യൂക്ലിയസുകളുമായിട്ട് ചേർന്ന് എൻഡോസ്പെമായിട്ട് അതങ്ങ് മാറും. ഇതിലാണ് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ ആഹാരം സംഭരിക്കുന്നത് എന്ന് പഠിച്ചു കേട്ടോ. എൻഡോസ്പെം രൂപീകരണത്തെക്കുറിച്ച് 2 മാർക്കിന് ചോദിക്കും. ഓക്കെ ആണോ? നമ്മൾ ഇത്രയും ഓരോ ഭാഗമായിട്ടാണ്, ഓരോ പാർട്ടായിട്ടാണ് നമ്മുടെ ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പഠിക്കുന്നത് സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനത്തെക്കുറിച്ചാണ്. അത് മലയാളത്തിലെ ഇംഗ്ലീഷിലും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു പൂവിൻ്റെ നമ്മുടെ ടെസ്റ്റിനകത്തിൽ അതിൻ്റെ പടം വരച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ്. അപ്പം ഇതാവും നിങ്ങളെ സംഭവം. ഇവിടെ സസ്യങ്ങളിലെ ലൈംഗിക പ്രത്യുൽപാദനവും അല്ലെ പ്ലാന്റ്സിലെ. അപ്പോൾ നോക്കിയേ, നമ്മളിവിടെ ഒരു പൂവ്, ഫ്ലവർ. ആ പൂവ് പെൺപൂവും ഉണ്ട്, ആൺപൂവും ഉണ്ട് അല്ലേ. നമ്മൾ അറിയാമല്ലോ. അതിൽ പുരുഷ ലൈംഗിക അവയവും സ്ത്രീ ലൈംഗിക അവയവും. ഒരു പൂവിനെ ഇത് ബോക്സ് ഇട്ട് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും. നമുക്കറിയാം, നമ്മൾ ആദ്യമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ് ഈ സ്റ്റേമൻ അല്ലേ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആണ് പിസ്റ്റിൽ അല്ലേ. ഈ സ്റ്റേമനകത്തിൽ വരുന്നതാണ് ഫിലമെന്റും ആൻതറും. നമ്മുടെ ടെസ്റ്റിൽ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റേമനകത്തിൽ വരുന്നതാണ് ഫിലമെന്റും ആൻതറും. പിസ്റ്റിലിനകത്തിൽ വരുന്ന അല്ലേ, ഫീമെയിലിൻ്റെ ആണ് ഈ പിസ്റ്റിൽ. ഈ പിസ്റ്റിലിൽ വരുന്നതാണ് ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ അല്ലേ. ഈ ആൻതറിൽ വരുന്ന കുഞ്ഞുങ്ങളെ പോളൻ ഗ്രെയിൻസ് കേട്ടോ. ആൻതറിൽ പോളൻ ഗ്രെയിൻസ് സസ്യങ്ങളിലാണ് പോളൻ ഗ്രെയിൻസ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് സ്പേം
സ്പേം, ഇതെല്ലാം ഏതാണ്? സ്റ്റേമിൻ്റെ ബാക്കിയായിട്ടാണ്. ഇവിടെ ഓവറിയുടെ ഒവ്യൂളിൽ നിന്ന് എഗ്ഗ്, ഈ സ്പേമും എഗ്ഗും കൂടെ രണ്ടും കൂടെ ചേർന്ന് ഫെർട്ടിലൈസേഷൻ വഴി സൈഗോട്ട്, എംബ്രിയോ, ലാസ്റ്റിലാണ് ഭ്രൂണം കേട്ടോ. എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം. ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. സൈഗോട്ട് എന്ന് വെച്ചാൽ സിക്താണ്ഡമാണ് കുഞ്ഞുങ്ങളെ. അതായത് ഒരു പൂവിന് രണ്ട് ഉണ്ട്, സ്ത്രീയും ഉണ്ട് പുരുഷനുണ്ട് അല്ലേ. പൂവ് ഏതിനാണെങ്കിലും രണ്ടിതുണ്ട് അല്ലേ, പുരുഷ ലൈംഗികാവയവും സ്ത്രീ ലൈംഗികാവയവും. അതിൽ പുരുഷൻ്റെ ആണ് കുഞ്ഞുങ്ങളെ സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം എന്ന് പറയുന്നത്. സ്ത്രീയുടെ ആണെങ്കിൽ ജനി എന്നാണ് മലയാളത്തിൽ, ജനി എന്നാണ്. ഈ ജനി എന്താണ്? അതിൻ്റെ ഓവറി, സ്റ്റൈല്, സ്റ്റിഗ്മ, അണ്ടാശയം, ജനിതണ്ട്, പരാഗണസ്ഥലം എന്നിങ്ങനെ 3 എണ്ണം. അതിൽ ഓവറിയിലാണ് ഒവ്യൂൾ വരുന്നത്, ഒവ്യൂളിലാണ് എഗ് ഉണ്ടാകുന്നത് അല്ലേ. ആൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ സ്റ്റേമിനകത്തിലെയാണ്. സ്റ്റേമിൻ ആൻഡറിനകത്തിൽ പോളൻ ഗ്രെയിൻസിനകത്തിൽ സ്റ്റേം. ഈ സ്റ്റേമും എഗ്ഗും കൂടെ അല്ലേ, സ്പേമും എഗ്ഗും കൂടെ ചേർന്ന് ഫെർട്ടിലൈസേഷൻ നടന്ന് ഫെർട്ടിലൈസേഷനിൽ സൈഗോട്ട് ആവുന്നു. സൈഗോട്ട്, എംബ്രിയോ. ആ പടം നിങ്ങൾ നല്ലപോലെ, ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ ഈ പടം നല്ലതുപോലെ അങ്ങ് പഠിക്കണം കേട്ടോ. മനസ്സിലായോ? സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇന്ന് പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ. പ്ലാന്റ്സിൻ്റെ നമ്മുടെ ടെസ്റ്റിലുണ്ട്. ടെക്സ്റ്റ് ബോക്സിനകത്തിൽ ഫില്ല് ചെയ്യാനുള്ളതൊക്കെ ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ കളർ കൊടുത്ത് ഞാൻ അതുകൊണ്ടാണ് മനസ്സിലാവാൻ വേണ്ടി മലയാളംകാരാ മലയാളം എഴുതണം, ഇംഗ്ലീഷുകാരാ ഇംഗ്ലീഷ് കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മളിനി വാട്ട് ഈസ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ? നമ്മളിപ്പോൾ പറഞ്ഞു എന്തോ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനം എന്നാൽ എന്താണ്? വെൻ റീപ്രൊഡക്ഷൻസ് ഹാപ്പൻ ത്രൂ ഫെർട്ടിലൈസേഷൻ ഇറ്റ് ഈസ് കാൾഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ബീജസംയോഗം അല്ലെ, ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ബീജസംയോഗം വഴി നടക്കുന്ന പ്രത്യുൽപാദന കുഞ്ഞുങ്ങളെ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ബീജസംയോഗം എന്ന് വെച്ചാൽ തന്നെ സ്പേമും എഗ്ഗും കൂടെ ചേരുമ്പോഴാണ് ബീജസംയോഗം നടക്കുന്നത്. അങ്ങനെ ബീജസംയോഗം വഴി നടക്കുന്ന പ്രത്യുൽപാദനമാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനോ അലൈംഗിക പ്രത്യുൽപാദനം എന്ന് വെച്ചാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ ഓർഗാനിസം ഫ്രം എ സിംഗിൾ പേരന്റ് വിച്ച് ഒക്കർ വിത്തൗട്ട് ദ ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ്സ് ആൻഡ് ഡസ് നോട്ട് ഇൻവോൾവ് ഫെർട്ടിലൈസേഷൻ. എന്ന് വെച്ചാൽ ബീജസംയോഗം ഇല്ലാതെ, അതായത് പുംബീജവും സ്ത്രീബീജവും അതായത് സ്പേമും എഗ്ഗും ചേരുമ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷനിലൂടെയാണ് സൈഗോട്ടും എംബ്രിയോ ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചു. പക്ഷേ ഈ ബീജസംയോഗം ഇല്ലാതെ, അതായത് ലിംഗകോശങ്ങളുടെ സംയോജനം കൂടാതെ ഒരു ജീവിയിൽ നിന്നും പുതിയ ജീവിയെ സൃഷ്ടിക്കുന്ന പ്രക്രിയയാവും നിങ്ങളെ എന്ത് പറയുന്നത്? അലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ മലയാളം ഇംഗ്ലീഷ് അതെ, അസെക്ഷൽ റീപ്രൊഡക്ഷൻസ്, അലൈംഗിക പ്രത്യുൽപാദനം. അടുത്ത ചോദ്യം എന്താണ് ഹോർമോണുകൾ എന്നാൽ എന്താണ്? ഹോർമോൺസ് എന്താ? ഹോർമോൺസ് ആർ എ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ്. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക അല്ലേ? അന്തസ്രാവി ഗ്രന്ഥികൾ എന്നാണ് അതിൻ്റെ മലയാളം കേട്ടോ. ഹോർമോൺസ് ആർ എ കെമിക്കൽ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ്. ദേ കൺട്രോൾ ആൻഡ് കോഓർഡിനേറ്റ് വേരിയസ് ലൈഫ് ആക്ടിവിറ്റീസ്. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ. വിവിധ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് ഹോർമോണുകളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങൾ ഈ ഹോർമോണുകളെ കുറിച്ച് കേട്ടോ. അന്തസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് കേട്ടോ. ഹോർമോൺസ് ആർ എ കെമിക്കൽ സബ്സ്റ്റൻസ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താണ്? ബൈ എൻഡോക്രൈൻ ഗ്ലാൻസ്. ദ കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് വേരിയസ് ലൈഫ് ആക്ടിവിറ്റി. നമ്മുടെ ഓരോ ആക്ടിവിറ്റികളെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ, അതായത് നിയന്ത്രിക്കുന്നത്, നമ്മുടെ ജീവല പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും ഒക്കെ ആരാണ്? ഹോർമോണുകളാണ് അല്ലേ. നമ്മൾ കുരുത്തക്കേടൊക്കെ കൂടുതലായിട്ട് കാണിക്കുമ്പോൾ പറയും അത് ഹോർമോണിൻ്റെ കുഴപ്പം കൊണ്ടാണ് അതല്ലേ, ഇല്ലേ? കുരുത്തക്കേടായിട്ട് കൂടുതലും അത് ഹോർമോണിൻ്റെ കുഴപ്പമാണെന്ന് പറയും അല്ലേ. ഓക്കെ, അത്രയാണല്ലോ. അപ്പോൾ ഇത് എന്താണ് സെക്ഷൽ, എന്താണ് അസെക്ഷൽ, എന്താണ് ഹോർമോൺ, കൃത്യമായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ നിങ്ങൾ, ഇനി നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റംസ് നമ്മൾ ഓരോ പാർട്ടായിട്ടാണ് പഠിക്കുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടാൽ മനസ്സിലാവും. ഓരോന്നും ഘട്ടമായിട്ടാണ്. പുരുഷനിലെ പ്രത്യുൽപാദന വ്യവസ്ഥ ഏതൊക്കെയാണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഒന്നാമത്തത് പേര് നോക്കി കുഞ്ഞുങ്ങളെ, വാസ് ഡിഫറൻസ് എന്നാണ്. ഡിഫറൻസ് DEFERENS എന്ന് വെച്ചാൽ ബീജവാഹി എന്നാണ് അതിൻ്റെ മലയാളം. അതായത് ട്രാൻസ്പോർട്ട്സ് മെയിൽ ഗാമേറ്റ്സ് ഫ്രം ദ ടെസ്റ്റസ് ടു ദ യുറേത്ര. വൃഷണങ്ങളിൽ നിന്നും പുരുഷ ബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്നു. അതായത് നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും
ഇതൊക്കെ എവിടൊക്കെ കൊണ്ടിരുന്നു എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആ പടത്തിൽ നോക്കി വേണം പഠിക്കാൻ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും മലയാളം മീഡിയക്കാർ മലയാളവും നോക്കി പടം നോക്കി ഓരോന്നിൻ്റെ ഇതുണ്ട് ഇങ്ങനെ പോയേക്കുന്നതൊക്കെ എവിടൊക്കെ പോകുന്നു എങ്ങനെ പോകുന്നു എന്ന് നോക്കി വേണം പഠിക്കാൻ. വാസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ ട്രാൻസ്പോർട്ട് മെയിൽ ഗ്യാമേറ്റ്സ് ഫ്രം ദ ടെസ്റ്റിസ് അല്ലേ, ടെസ്റ്റിസ് ടു ദ യൂറേത്ര, അതായത് ബീജവാഹി വൃക്ഷണങ്ങളിൽ നിന്ന് പുരുഷ ബീജങ്ങളെ മൂത്രനാളിയിൽ മൂത്രനാളിയിലോട്ട് എത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്താണ്? പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി. അവിടെ എല്ലാത്തിൻ്റെയും മലയാളം നമ്മൾ ആദ്യമായിട്ടായത് പഠിക്കുന്നതുകൊണ്ട് ഈ മലയാളം എഴുതുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ ഉപകരിക്കും കുഞ്ഞുങ്ങളെ. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്ന് വെച്ചാൽ ഗ്രന്ഥി. ഇറ്റ് പ്രൊഡ്യൂസ് എ ഫ്ലൂയിഡ് ദാറ്റ് കണ്ടെയ്ൻസ് ദ സബ്സ്റ്റൻസ് നീഡഡ് ഫോർ ദ നറിഷ്മെൻറ്റ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്പെംസ്. ഈ ബീജങ്ങളുടെ പോഷണത്തിനും അതുപോലെ ചലനത്തിനുമൊക്കെ ആവശ്യമായ പദാർത്ഥങ്ങൾ അടങ്ങിയ ദ്രവ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ്. ആ പടത്തിൽ അതിൻ്റെയൊക്കെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്തോന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ചിത്രം നല്ലതുപോലെ നോക്കണം കേട്ടോ. എന്നിട്ട് ഇത് നിങ്ങൾ നോക്കിയിട്ട് ആ ചിത്രവും കൂടെ നോക്കിയിട്ട് അതിനകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വള്ളി അതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നല്ലപോലെ മനസ്സിലാക്കണേ നിങ്ങൾ. ഇറ്റ് പ്രൊഡ്യൂസേഴ്സ് എ ഫ്ലൂയിഡ് ദാറ്റ് കണ്ടെയ്ൻസ് എ സബ്സ്റ്റൻസ് നീഡഡ് ഫോർ ദ നറിഷ്മെന്റ് ആൻഡ് മൂവ്മെന്റ് ഓഫ് ദ സ്പെംസ്. ബീജങ്ങളുടെ പോഷണത്തിനും അതിൻ്റെ ചലനത്തിനും ആവശ്യമായ പദാർത്ഥങ്ങൾ അടങ്ങിയ ദ്രവ്യം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലാണ് കേട്ടോ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ. എന്താണ് ഈ ടെസ്റ്റിസ്? വൃക്ഷണം, അതും ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ദേ പ്രൊഡ്യൂസ് സ്പേംസ് ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺസുകൾ. അതായത് പുരുഷ ബീജങ്ങളും പുരുഷ ലൈംഗിക ഹോർമോണുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ടെസ്റ്റിസ് ആണ് കേട്ടോ. പുരുഷ ബീജങ്ങളും പുരുഷ ലൈംഗിക ഹോർമോണുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റിസ് ആണ്. അടുത്തത് പെനിസ്. ലിംഗം എന്നാൽ എന്താണ്? അതായത് ത്രൂ ദീസ് ഡക്റ്റ് ബോത്ത് യൂറിൻ ആൻഡ് സ്പേംസ് ആർ ഡിസ്ചാർജ്ഡ്. ഇറ്റ് ഹെൽപ്സ് ടു ഡെലിവർ ദ സ്പേംസ് ഇൻ ടു ദ വജൈന. അതായത് ഇതിനുള്ളിലെ മൂത്രനാളിയിലൂടെ മൂത്രവും അതുപോലെ പുരുഷ ബീജങ്ങളും പുറത്തെത്തുന്നു. ബീജങ്ങളെ യോനിയിൽ എത്തിക്കുവാനും ഇതൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ട് നമ്മുടെ ടെസ്റ്റ് കിടപ്പുണ്ട്, പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്, നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓക്കെ, അടുത്തത് നമ്മൾ ഇപ്പോൾ പുരുഷൻ്റെ കഴിഞ്ഞ് അടുത്ത സ്ത്രീയിലെ പ്രത്യുൽപാദന വ്യവസ്ഥയെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം ഈ പേര് നിങ്ങളൊന്ന് ഓർത്തോണം കേട്ടോ. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് വെച്ചാൽ വാസ് ഡെഫറൻസ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി, ടെസ്റ്റിസ്, പെനിസ്, ഇതെല്ലാം എന്താണ് മെയിലിൽ വരുന്നതാണ്. ഫീമെയിലിൽ ഏതൊക്കെയാണെന്ന് നോക്കിയേ. യൂട്രസ്, ഗർഭാശയം, ഗർഭാശയം അല്ലേ. ദ പാർട്ട് ദാറ്റ് കംപ്ലീറ്റ് ദ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. ഒരു ഭ്രൂണം, എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം, ഒരു ഭ്രൂണം വളർച്ച പൂർത്തിയാക്കുന്ന ഭാഗത്തിനെയാണ് നമ്മളെന്താ യൂട്രസ് അല്ലെങ്കിൽ ഗർഭാശയം എന്ന് പറയുന്നത്. ഫലോപ്പിയൻ ട്യൂബ് എന്താണ്? ഈ അണ്ടവാഹി എന്ന് മലയാളം എന്താണ്? ഫലോപ്പിയൻ ട്യൂബിന് അണ്ടവാഹി. ഇറ്റ് ക്യാരീസ് ദ ഓവം ടു ദ യൂട്രസ്. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. ഇവിടെ അണ്ടത്തെ ഗർഭാശയത്തിലേക്ക് വഹിക്കുന്നു. ഇവിടെ വെച്ചാണ് ബീജസംയോഗം നടക്കുന്നത് കേട്ടോ. അണ്ടത്തെ ഗർഭാശയത്തിലേക്ക് വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ ഫലോപ്പിയൻ ട്യൂബാണ്. ഇവിടെ വെച്ചാണ് ബീജസംയോഗവും നടക്കുന്നത്. അടുത്ത ഓവറി. എന്താണ് ഈ അണ്ടാശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓവറി, അതായത് ഓവറി പ്രൊഡ്യൂസേഴ്സ് ദ ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. ഇത് ഒരു മാർക്കിന് ചോദിക്കുന്നത് കേട്ടോ. ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഈസ്ട്രജനും, ആ പേര് നോക്കണേ നിങ്ങളെ, പ്രൊജസ്ട്രോണുമാണ് കേട്ടോ. ഫീമെയിൽ സെക്സ് ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഈസ്ട്രജനും പ്രൊജസ്ട്രോണുമാണ് കേട്ടോ. അവർ രണ്ട് പേരും അണ്ടം സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണ്, ആ പേര് കണ്ടോ, ഇംഗ്ലീഷ് മലയാളം ഉണ്ട്, എന്നിവയെ ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്ത വജൈന. എന്താണ് ഈ യോനി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ദ പാർട്ട് ദാറ്റ് ഓപ്പൺ ദ uterus to the outside. It is where the sperms is deposited. During childbirth the baby comes out through this part. എന്ന് വെച്ചാൽ വജൈന അല്ലെ യോനി എന്ന് വെച്ചാൽ നമ്മുടെ ഗർഭാശയം പുറത്തേക്ക് തുറക്കുന്ന ഭാഗമാണ് വജൈന. പുംബീജങ്ങളെ നിക്ഷേപിക്കുന്ന ഭാഗമാണത്. നമ്മുടെ പ്രസവ സമയത്ത് കുഞ്ഞ് പുറത്തു വരുന്നത് ഏതാ? വജൈന അല്ലെ യോനി വഴിയാണ് കേട്ടോ. ഇതപ്പം ഈ പോയിന്റുകൾ നിങ്ങൾ നല്ലപോലെ പഠിച്ചിരിക്കണം. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്ന് വെച്ചാൽ വാസ് ഡിഫറൻസ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്സ്, ടെസ്റ്റിസും പെനിസുമാണ്. എന്നാൽ ഫീമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസും ഫലോപ്പിയൻ ട്യൂബും ഓവറിയും വജൈനയും ഒക്കെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് പ്രൊഡക്ഷൻസ് ഓഫ് ഗ്യാമേറ്റ്സ്, ബീജകോശങ്ങളുടെ ഉൽപാദനം. ഇതെല്ലാം ടെസ്റ്റിലെ ചോദ്യമാണ്. ദ ടെസ്റ്റിസ് പ്രൊഡ്യൂസസ് സ്പെംസ് ആൻഡ് മെയിൽ സെക്സ് ഹോർമോൺസ്. ദ ഓവറി പ്രൊഡ്യൂസസ് ദ ഓവം ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രോജൻ ആൻഡ് നമ്മൾ പറഞ്ഞത് ആ പേര് ഓർത്ത് വെച്ചേക്കണേ, പ്രൊജസ്ട്രോൺ എന്നാണ് കേട്ടോ.
ബീജകോശങ്ങളുടെ ഉൽപ്പാദനം എന്താണ്? 3 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ നമ്മളോട് ചോദിച്ചാൽ എഴുതാൻ അറിയണം കേട്ടോ. ബീജകോശങ്ങളുടെ ഉൽപ്പാദനം എന്താ? ഫസ്റ്റ് ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? സ്പേംസും മെയിൽ സെക്സ് ഹോർമോൺസുകളും. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഓവം ആൻഡ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ്. ഏതൊക്കെയാണ്? ലൈക്ക് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും കേട്ടോ. അതായത് ടെസ്റ്റിസ് എന്ന് വെച്ചാൽ വൃക്ഷണം എന്നാണ്. പുരുഷ ബീജങ്ങളും പുരുഷ ലൈംഗിക ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു ടെസ്റ്റിസ് ആണ്. അണ്ടാശയം അല്ലെ, ഓവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടം. സ്ത്രീ ലൈംഗിക ഹോർമോണുകളായ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും എന്നിവയെ ഉൽപ്പാദിപ്പിക്കുന്നത് അണ്ടാശയം അല്ലെങ്കിൽ ഓവറിയാണ് കേട്ടോ. അപ്പോൾ 1 മാർക്കിന് ചോദിക്കാം സെക്ഷൽ ഹോർമോൺസ്, ലൈംഗിക ഹോർമോണുകൾ. മെയിൽ സെക്സ് ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. മെയിൽ സെക്സ് ഹോർമോൺസുകളും ഫീമെയിൽ സെക്സ് ഹോർമോൺസുകളും. ടെസ്ട്രോസ്റ്റിറോൺ ആണ് ഏതാ? പുരുഷ ലൈംഗിക ഹോർമോൺ. കണ്ടോ, ടെസ്ട്രോ ഉണ്ട്, ഇവിടെ ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് സ്റ്റെറോയിൻ. എന്നാൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ അല്ലേ, ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ്. ഞാൻ പറയില്ലേ, അത് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. അടുത്ത ലാസ്റ്റ് നമുക്ക് ഒരെണ്ണം കൂടെ നോക്കാം കുഞ്ഞുങ്ങളെ. വൃഷണ സഞ്ചിയുടെ ധർമ്മം എന്താണ്? അത് സ്ക്രോട്ടൽ സാക്ക് എന്നാണ് കേട്ടോ. ഈ വൃഷണ സഞ്ചി എന്ന് പറയുന്നതിൻ്റെ ഫങ്ഷൻ എന്തെല്ലാമാണ്? സ്ക്രോട്ടൽ സാക്ക് മീൻസ് സഞ്ചി അല്ലേ, സ്ക്രോട്ടൽ. അപ്പോൾ എന്താ? ഇൻ മെയിൽ the testes are located in the scrotal sac just below the penis. For sperms productions, a temperature 2.5 degrees Celsius lower than the normal body temperature is to be maintained. പിന്നെ the contractions and relaxation of the scrotal sac help in maintaining this temperature. ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ 3 പോയിന്റ് എഴുതാം. 3 പോയിന്റേ ഉള്ളൂ കേട്ടോ. ഇവിടെ 1, 2, 3 പോയിന്റേ ഉള്ളൂ. കറക്റ്റ് ആ 3 പോയിന്റും എഴുതണം കേട്ടോ. വൃഷണ സഞ്ചി ഇവിടെ ധർമ്മം, ഫങ്ഷൻസ് ഓഫ് ദ സ്ക്രോട്ടൽ സാക്ക്. അതിൻ്റെ മലയാളം എന്താ പറഞ്ഞാൽ? വൃഷണ സഞ്ചിയുടെ ധർമ്മം എന്ന് വെച്ചാൽ പുരുഷനിൽ ലിംഗത്തിന് തൊട്ട് താഴെയുള്ള വൃഷണ സഞ്ചിയിലാണ് വൃഷണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ക്രോട്ടൽ സാക്ക് ഏതാണെന്ന ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുരുഷനിൽ ലിംഗത്തിന് തൊട്ട് താഴെയുള്ള വൃഷണ സഞ്ചിയിലാണ് വൃഷണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ബീജോൽപാദനത്തിന് സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ താപനില ഉണ്ടല്ലോ, എല്ലാ ശരീരത്തിനും ചൂടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ അല്ലേ, നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലും ചൂടുണ്ട് അല്ലേ. ബീജോൽപാദനത്തിന് സാധാരണ എന്താണ്? ബീജോൽപാദനത്തിന് സാധാരണ ശരീര താപനിലയേക്കാൾ 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയെ പാടുള്ളൂ. ഈ താപനില ക്രമീകരിക്കുന്നതിന് നമ്മുടെ വൃഷണ സഞ്ചിയുടെ സങ്കോച വികാസം സഹായിക്കുന്നു എന്നാണ് വൃഷണ സഞ്ചിയുടെ ധർമ്മം. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ ടെസ്റ്റ്. ഇതൊരു വലിയ ചാപ്റ്ററാണ് കേട്ടോ. നമുക്ക് ഒറ്റയടിക്ക് ഇത് തീരത്തില്ല കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ഇത് 2ാമത്തെ പാർട്ടാണ്. നമുക്ക് മാർച്ചിലാണ് നമ്മുടെ എക്സാം. ഒരു പാർട്ട് 1-2 പാർട്ടും കൂടെ വേണ്ടി വരും ഈ ഒരു ചാപ്റ്ററൂടെ തീരാൻ. അപ്പോൾ നമ്മുടെ ബയോളജി തീരും. നമ്മുടെ കെമിസ്ട്രിയുടെയും പകുതി കൊണ്ട് നിർത്തിയിട്ട്, പകുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. ഫിസിക്സിൻ്റെയും ലാസ്റ്റ് ചാപ്റ്ററിൻ്റെ പകുതിയായിട്ടുണ്ട്. മാത്സിൻ്റെയും ലാസ്റ്റ് ചാപ്റ്ററിലോട്ട് കയറിയിട്ടുണ്ട്. നമ്മുടെ എല്ലാ വിഷയവും കേട്ടോ. മാത്സ്, സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ, പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ മലയാളവും ഹിന്ദിയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ ചാനൽ നോക്കി അറിയാം. അപ്പോൾ നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുക്കും, നിങ്ങളെ വൃത്തിയായിട്ട് പഠിക്കാം കേട്ടോ. നമുക്ക് പാർട്ട് 3 ഇടാം. ഓക്കെ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഹൈപ്പും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ നിങ്ങളെ താങ്ക് യു.